ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നോമ്പിന്റെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നുവല്ലോ. ഇന്നത്തെ വചനചിന്തയ്ക്കായി സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ദ ലെൻഡൻ എക്സ്പീരിയൻസ് ഓഫ് ഷെയറിംഗ്, പങ്കിടലിന്റെ നോമ്പ് അനുഭവം എന്നതാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യം. യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു സുപ്രധാന ഭാഗമാണിത്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ഭാഗം ബന്ധങ്ങളുടെ മൂല്യം എടുത്തു കാണിക്കുന്നു. ശത്രുക്കളോടുള്ള സ്നേഹം, നമ്മെ എതിർക്കുന്നവരോട് പോലും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അവൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കാനാണ് ദൈവം നമ്മോട് പറയുന്നത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും മാന്യമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശത്രുതയിൽ പോലും സ്നേഹത്തിനും കാരുണ്യത്തിനും മുൻഗണന കൊടുക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും അതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ മാറ്റാനും കഴിയും. ഈ വർഷത്തെ ലോക സന്തോഷ ദിനത്തിന്റെ പ്രമേയം കെയറിംഗ് ആൻഡ് ഷെയറിംഗ് എന്നതാണ്. പങ്കുവയ്ക്കലിലൂടെ സന്തോഷം കൈവരിക്കുക. കെയർ ആൻഡ് ഷെയർ ആണ് സന്തോഷത്തിലേക്കുള്ള താക്കോൽ. അതിലൂടെ മാത്രമേ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും മറ്റുള്ളവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കൂ. അതിനായി ഈ നോമ്പ് കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ.